സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒരു അപ്രഖ്യാപിത യുദ്ധം ഉൾപ്പെടെ 4 വലിയ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. 1947, 1965, 71, 99 എന്നീ വർഷങ്ങളിലായിരുന്നു ഈ യുദ്ധങ്ങൾ. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചെറുതും വലുതുമായ അതിർത്തി തർക്കങ്ങളും സൈനിക വിന്യാസങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകാറുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രരായത് ഒരുമിച്ചാണ്. അതേ വർഷം തന്നെ രണ്ട് രാജ്യങ്ങളും പരസ്പരം യുദ്ധം ചെയ്തു. കാശ്മീരിന്റെ പേരിലായിരുന്നു ആദ്യത്തെ യുദ്ധം. അങ്ങനെയാണ് നിയന്ത്രണ രേഖയും പാക് അധീന കാശ്മീരും നിലവിൽ വരുന്നത്. പിന്നീട് ഏതാണ്ട് 18 വർഷത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ 1965 വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പേരിട്ട് നടത്തിയ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റമായിരുന്നു യുദ്ധത്തിലേക്ക് നയിച്ചത്. തന്ത്രപ്രധാനമായ അഗ്നൂർ പിടിച്ചെടുത്ത ഇന്ത്യൻ സൈന്യത്തെ തോൽപ്പിക്കാമെന്ന കണക്കുകൂട്ടലിൽ അതിക്രമിച്ചു കയറിയ പാക് സൈന്യത്തിന് പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഈ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ടാങ്ക് യുദ്ധത്തിന് വഴിതെളിയിച്ചു. തുടർന്ന് ഇന്ത്യൻ സൈന്യം അതിർത്തികൾ തിരിച്ചു പിടിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലെ ലാഹോർ വരെ കീഴടക്കി. ലാഹോറിലേക്ക് ഇന്ത്യൻ സൈന്യം ഏറെ മുന്നേറിയെങ്കിലും UN ഇടപെടലുകളെ തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി. 17 ദിവസം നീണ്ടുനിന്ന യുദ്ധം അങ്ങനെ അവസാനിച്ചു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1966 ജനുവരി 10 അവസാനിപ്പിച്ചുകൊണ്ടുള്ള സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും താഷ്കന്റിൽ വെച്ച് ഒപ്പുവെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് സോവിയറ്റ് പ്രധാനമന്ത്രി അലക്സി കോസിജിൻ മധ്യസ്ഥനായി. ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് സ്റ്റേറ്റ്, സോവിയറ്റ് യൂണിയൻ എന്നിവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് യുദ്ധത്തിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാനും കാശ്മീരിൽ 1949 വെടിനിർത്തൽ രേഖയിലേക്ക് പിന്മാറാനും ഇന്ത്യയും പാകിസ്ഥാനും നിർബന്ധിതരായി. പക്ഷേ പിടിച്ചെടുത്ത 1920 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇന്ത്യക്ക് തിരികെ കൊടുക്കേണ്ടി വന്നത് സൈന്യത്തിന്റെ ആത്മവീര്യം തകർത്തുവെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുകയായിരുന്നു. 1965 യുദ്ധം ഇന്ത്യക്ക് നൽകിയ പ്രധാന പാഠം കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാമതൊരു കക്ഷിയെ ഇടപെടുത്തരുത് എന്നതായിരുന്നു. നേരിട്ടുള്ള ആക്രമണത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ അതോടെയാണ് ഇന്ത്യക്കെതിരെ തീവ്രവാദത്തെ കൂട്ടുപിടിക്കാൻ ആരംഭിച്ചത്. 1971 ഇന്ത്യ പാക് യുദ്ധം ബംഗ്ലാദേശിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അതുവരെ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശത്തെ ഒരു രാജ്യമാക്കി ഇന്ത്യ മാറ്റി. അന്ന് പാകിസ്ഥാൻ തോറ്റോടി. പാകിസ്ഥാനിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായി രണ്ട് സംസ്കാരത്തോടു കൂടിയ ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തികമായി ഏറ്റവും സമ്പന്നമായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശായ കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഉറുദു ഭാഷ അടിച്ചേൽപ്പിക്കാൻ നടത്തിയ ശ്രമവും ചണവും ഗോതമ്പും ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് കടത്തി തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ചിന്തയും കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു. അതിനിടെ 1971 നടന്ന തിരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാൻകാരനായ മുജീബ് റഹ്മാന് ഭൂരിപക്ഷം ലഭിച്ചു. ഇതിനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സുൽഫിക്കർ അലി ഭൂട്ടോ എതിർത്തു. പ്രതിഷേധം ശക്തമാകുന്തോറും അടിച്ചമർത്തലും ശക്തമായി തുടർന്നു. മുക്തിവാഹിനി എന്ന സംഘടന കിഴക്കൻ പാകിസ്ഥാനിലെ പ്രക്ഷോഭകർക്കൊപ്പം ചേർന്നത് ഇതിനിടയിലാണ്. പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് പട്ടാള നടപടി ഉണ്ടായി. ആയിരങ്ങൾ പ്രാണരക്ഷാർത്ഥം രാജ്യം വിട്ടോടി. ബംഗാൾ, അസം, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥി പ്രവാഹം ശക്തമായി. പാകിസ്ഥാനുമായി അടുപ്പം പുലർത്തുന്ന അമേരിക്കയോടും ചൈനയോടും ഇതര രാജ്യങ്ങളോടും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രത്യേക ദൂതൻ മുഖേന ഈ വിഷയം അറിയിച്ചു. പക്ഷേ അവർ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. ചൈനയും അമേരിക്കയും വേണ്ടി വന്നാൽ തങ്ങളെ സഹായിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ കരുതിയത്. ആ വിശ്വാസത്തോടെ ഡിസംബർ 3 അർദ്ധരാത്രി 50ഓളം പാക് വിമാനങ്ങൾ പഞ്ചാബിലും ജമ്മു കാശ്മീരിലും മറ്റുമായി ഇന്ത്യയിലെ 11 വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. ഇതോടെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വന്നു. ഡിസംബർ 4 ഇന്ത്യയുടെ വായുസേന കിഴക്കൻ പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളും പട്ടാള ക്യാമ്പുകളും ഒന്നടങ്കം ആക്രമിച്ചു. 93,000 പാക് പട്ടാളക്കാർ മേജർ അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങി. അതോടെ യുദ്ധത്തിൽ ഇന്ത്യ പൂർണ്ണ വിജയം നേടുകയും ചെയ്തു. 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഷിംല കരാർ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ
യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിച്ചു. ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി മാറി. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ നിയന്ത്രണ രേഖ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതും ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. 15,000-ലധികം ചതുരശ്ര കിലോമീറ്റർ പാകിസ്ഥാൻ ഭൂമി ഇന്ത്യൻ പട്ടാളം അന്ന് കീഴടക്കിയിരുന്നു. എന്നാൽ സിംല കരാറിന്റെ പേരിൽ ആ സ്ഥലമെല്ലാം ഒരു സമ്മാനമായി ഇന്ത്യ തിരിച്ചു കൊടുത്തു. 1999-ലായിരുന്നു കാർഗിൽ യുദ്ധം. ഇതും തുടങ്ങിവെച്ചത് പാകിസ്ഥാനായിരുന്നു, ജയിച്ചത് ഇന്ത്യയും. കാശ്മീരിലെ കാർഗിൽ, ദ്രാസ്, ബദാലിക് മേഖലകളിൽ പാക് സൈന്യവും കാശ്മീർ തീവ്രവാദികളും നടത്തിയ നുഴഞ്ഞുകയറ്റമാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. വിഘടനവാദികൾ ഇടയ്ക്കിടെ നടത്തുന്ന നുഴഞ്ഞുകയറ്റ ശ്രമമാണെന്നായിരുന്നു ആദ്യമൊക്കെ സൈന്യം കരുതിയിരുന്നത്. എന്നാൽ നിയന്ത്രണ രേഖയുടെ പല ഭാഗങ്ങളിൽ പാക് സൈന്യം സമാന നീക്കങ്ങൾ നടത്തുന്നതായി സൈന്യം കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ടൈഗർ ഹിൽസ് പിടിച്ചെടുത്തായിരുന്നു പാക് നീക്കം. നിയന്ത്രണ രേഖയ്ക്ക് 200ഓളം ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പാക് സൈന്യം അധിനിവേശം നടത്തി. കൊടും തണുപ്പ് കാലത്ത് സിയാച്ചിൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്ന തക്കം മുതലാക്കിയാണ് പാകിസ്ഥാൻ സൈന്യം അതിർത്തി കടന്നത്. 1998-ൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായി മുഷറഫ് സ്ഥാനമേറ്റെടുത്തത് മുതൽ കാർഗിൽ യുദ്ധത്തിന്റെ നീക്കങ്ങൾ തുടങ്ങിയതായാണ് വിവരം. 1999 ജൂലൈ 3-നാണ് ടൈഗർ ഹിൽ പിടിച്ചെടുക്കാനുള്ള നീക്കം ഇന്ത്യ ആരംഭിച്ചത്. ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട കരസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത നീക്കം 2 മാസത്തിലധികം നീണ്ടുനിന്നു. പോരാട്ടത്തിനൊടുവിൽ യുദ്ധമേഖലയായ ടൈഗർ ഹിൽ ഇന്ത്യ തിരിച്ചു പിടിച്ചതോടെയാണ് കാർഗിൽ യുദ്ധം അവസാനിച്ചത്. ജമ്മു കാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് 2016-ൽ അർദ്ധരാത്രി ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുപ്വാരയ്ക്കും പൂഞ്ച് സെക്ടറിനും സമീപത്തായിരുന്നു അന്ന് ആക്രമണം നടന്നത്. 45 പേരാണ് കൊല്ലപ്പെട്ടത്. 2016-ലേക്കാൾ വലിയ ആക്രമണമാണ് ഇക്കുറി ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പുൽവാമ ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ മുന്നിൽ കണ്ടിരുന്നു. ചെറുത്തുനിൽപ്പിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയത്. നിരന്തരം ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ബാലക്കോട്ടെ എന്ന ഏറ്റവും വലിയ ഭീകര ക്യാമ്പ് തകർക്കാൻ ഇന്ത്യക്കായി. കാർഗിൽ യുദ്ധത്തിനു ശേഷം ഇതാദ്യമായാണ് വ്യോമസേന ആക്രമണത്തിനായി മിറാഷ് 2000 പോർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.